വാട്സ്ആപ്പ് ഒരുവൺ എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നൊരു റാൻഡം ഡേ ആണ് കേട്ടോ. ഇന്നൊരു റാൻഡം വീക്ക് ഡേ ആണ്. സോ രാവിലത്തെ മോർണിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞ് ആസ് യൂഷ്വൽ നമ്മൾ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഹിറ്റ് ചെയ്ത് കയറിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രേവിങ്സ് അടിച്ചു. എനിക്കൊരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിക്കാനായിട്ട് ഒരു ക്രേവിങ്സ് അടിച്ചു ഗൈസ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഫോണിൽ കുറച്ച് സ്ക്രോൾ ചെയ്തൊക്കെ ചെക്ക് ചെയ്തു എവിടെയാണ് ബെസ്റ്റ്. എനിക്ക് ചെന്നൈ സ്റ്റൈൽ ബിരിയാണി കഴിക്കാനാണ് താല്പര്യം. ഇവിടെ അടുത്ത് വൈറ്റ്ലയിൽ ഒരു ഷോപ്പിൽ ബിരിയാണി അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ അവിടെ പോയി ബിരിയാണി വാങ്ങുന്നു. അപ്പോൾ ഒരു ഡെയിലി വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ADV റലൻ ഗൈസ്. ആദ്യം നോക്കി ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന് നോക്കണം. വൈറ്റിലെ നമ്മുടെ ജംഗ്ഷൻ എത്തണ്ട, അതിന് മുന്നേ ആയിട്ടാണ്. ഓൾ റൈറ്റ്, അപ്പോൾ ലൊക്കേഷൻ കിട്ടി. അമ്മ ഒടുക്കത്തെ വെയില, ഇനിയിപ്പോൾ ഒരിഞ്ഞ വെയിലത്ത് പോകണം. അപ്പോൾ ഗ്ലൗസ് എടുത്തിട്ടാ, ഗ്ലൗസ് അല്ല ഇത് മറ്റേ സ്ലീവ് ഇട്ടല്ലോ. ഈ ഒരു സ്ലീവ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ സംഭവം ഒന്ന് മേടിക്കണം, നല്ലതായിരിക്കും. കാരണം ഇമാതിരി ചൂടത്തൊക്കെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴേക്കും ഇത് എന്തായാലും 100% യൂസ്ഫുള്ളാവും. ഇത് ബ്ലാക്ക് ആണെന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട, ഇതിൻ്റെ അകത്തേക്ക് അധികം ചൂടൊന്നും അടിച്ച് കയറുന്നില്ല. നമ്മൾ ഇത് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി വൈറ്റ്ലയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പിന്നെ എനിക്ക് എന്തായാലും കൺവീനിയൻറ്റ് തോപ്പുംപടി റൂട്ട് പോകാനാണ് കേട്ടോ. കുറച്ചും കൂടി അപ്പുറത്തേക്കൊക്കെ ഉള്ളവർക്ക് ആ ഒരു കാലം സുഖം. നമുക്ക് വൈറ്റ്ലയിലേക്ക് പോകാനായിട്ടൊക്കെ ആ ഒരു പ്രത്യേക സുഖം. ഇവിടെ പെയിൻ്റ് അടിക്കും കേട്ടോ. ഇപ്പുറത്തെ സൈഡൊക്കെ കംപ്ലീറ്റ്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണട്ടോ. നമ്മളൊരു ചലഞ്ച് കൈൻഡ് ഓഫ് വീഡിയോ ആണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക. ഇവിടെയൊക്കെ ഫുൾ സെറ്റാക്കിക്കൊണ്ടിരിക്കണേ. അതായത് 48 വില്ലിംഗ്ടൺ എന്ന് പറഞ്ഞിട്ട് അതൊരു കമ്പനിയാണോന്ന് അറിയില്ല. അവരിവിടെ ഫുള്ള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കാണുന്ന മൊത്തം സ്ഥലങ്ങളും അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു വഴി പോകുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ ഈ ഒരു വാക്ക് വഴിയില്ല തോപ്പുംപടി പിന്നെ കണ്ടോ. നിങ്ങൾ ആ ഒരു സൈഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് ഒരു തരി വിഷ്വലില്ല. ഞാൻ കണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്ഥലങ്ങളിലൊന്നും ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല. കാരണം മാൻഗ്രൂവ്സ് ഓക്കെ, അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇത് നമ്മൾ ആ ഒരു ബ്യൂട്ടി ഇത് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ ഒരു മാൻഗ്രൂവ്സ് ഇവിടെ വെച്ചേക്കുന്നത്. ഇതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ കണ്ട രാജ്യമൊക്കെ ഫ്ലഡും കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യണം മാൻഗ്രൂവ്സ് കണ്ടിട്ടാണ്. എനിക്കറിയില്ല, നിങ്ങളുടെ തോട്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്, അതാണ് ഞാൻ നിങ്ങളോടും കൂടി പറഞ്ഞത്. അപ്പോൾ വണ്ടിക്ക് പണി കിട്ടിയത്, വണ്ടി പെട്ടെന്ന് നിന്ന് പോയി. അടിപൊളി. നടുക്ക് വെച്ചൊരു മിസ്സിങ് വന്നിട്ടേ പെട്ടെന്ന് നിന്ന് പോയേക്കണം. ഇപ്പോൾ ഇത് പിടുത്തമില്ലല്ലോ എന്ത് പറ്റിയെന്ന്. ഇവിടെ എൻജിൻ വാണിങ് കത്തി കിടക്കണം. നമുക്കൊരു പണി ചെയ്യാം, അപ്പുറത്തേക്ക് തള്ളി കൊണ്ടുപോയിട്ട് ഏതെങ്കിലും തണലത്ത് ഒതുക്കി കുറച്ച് നേരം ഇടാം. ഒന്ന് കൂളാവട്ടെ വണ്ടി, എന്നിട്ട് എടുക്കാം. ഓടിക്കോ. സർവീസ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം ആയിട്ടില്ല. ഒരു 4 മാസം 3 മാസം കഴിഞ്ഞിട്ടേ ഉള്ളു. വീടെത്താൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഒറ്റ AC പിടിച്ച് പോവാം. അമ്മ ഇവിടെ വെച്ച് വല്ലതും നിന്ന് കഴിഞ്ഞാൽ പണി പാടിക്കും. അങ്ങനെ എൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞ സ്വപ്നത്തെ അവിടെ ഒഴിവാക്കണത് കഴിച്ചു. അങ്ങനെ എനിക്ക് ബിരിയാണിയും കഴിക്കാൻ പറ്റിയില്ല. ശോ, ദുരന്തം. പോയി ഓഫായി. ഇത്തിരി നേരം ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇനി ആ ജംഗ്ഷൻ വരെയെങ്കിലും എത്തിക്കണം, അല്ലെങ്കിൽ ശരിയാവൂല. അയ്യോ, ഇങ്ങനെ നിന്ന് പോകാനാണെങ്കിൽ പണി ഇതകത്തേക്ക് കയറ്റാം. പ്രതീക്ഷിതമായിട്ടുള്ളൊരു പണിയായിരുന്നു. ഇരിയാനൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അങ്ങനെയാണല്ലോ നമ്മുടെ വണ്ടിയൊക്കെ നമുക്കിട്ട് പണി തരുന്നത്. 20 minutes later. Few inches later. ഇതെന്തോ 4ാമത്തെ 5ാമത്തെ ലൊക്കേഷൻ എന്തോ ആണ്. ഇങ്ങനെ നിന്ന് പോകുന്നു, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കൂൾ ചെയ്തിട്ട് പിന്നെ അടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ, എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി. ഞാനാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ബിരിയാണിയും കാണുന്നുണ്ട്. അവിയൽ ബിരിയാണി
ഓ മണം അടിച്ച് പിരിയാനിട. ഓ രണ്ടാമത് ഓഫായി. ഒരു 100 മീറ്റർ പോലും പോണില്ല. 15, 16. അപ്പോൾ അടുത്ത റൗണ്ട് ഹിയർ വി ഗോ അഗൈൻ. 10 seconds later. ട്രക്ക് കാരണം അല്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ റോട്ടിൽ എത്തേണ്ടതാണ്. എന്ത് ചെയ്യാനാ, 2 പ്രാവശ്യം കൂടി അടിക്കാം. ഇവിടെ എത്തണ്ടേ? ഇല്ല, ഒരു വണ്ടി വേണ്ട. ഇനി തള്ളിക്കൊണ്ട് പോവാം. അപ്പോൾ ഗൈസ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. The next day. ഓ സോറി. സർവീസിന് കൊടുത്തിട്ടോ നമ്മൾ, വണ്ടി അവിടെ വെക്കാൻ പറഞ്ഞു. ഒരു ദിവസം എടുക്കുമെന്ന് പറഞ്ഞു നോക്കിയിട്ട്. കാരണം അവിടെ 38 വണ്ടികളെന്തോ ഉണ്ട്. ഇന്നെന്തായാലും നടപടി ആവില്ലെന്ന് പറഞ്ഞു. നാളെ അത് നോക്കണം. നാളെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് പ്രതീക്ഷിക്കണം. ഫ്യൂവൽ പമ്പിൻ്റെ അവിടെ കരട് കയറിയതായിരിക്കും എന്നാണ് കേട്ടോ അവർ പറയണത്. കാരണം ആദ്യം ഓടിച്ച് നോക്കിയപ്പോഴേക്കും വണ്ടി ഓഫൊന്നും ആയില്ല. രണ്ടാമത് ഓടിച്ചപ്പോഴാണ് പണി കിട്ടി. ഞാൻ പറഞ്ഞ ഇടക്കിടക്ക് ഓഫ് ആവണുണ്ട് അങ്ങനത്തെ സംഭവം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല ആദ്യം. രണ്ടാമത് ഓടിച്ചപ്പോഴേക്കും വണ്ടി ഓഫായി. പിന്നെ എന്താ ചേട്ടൻ ഓണാവുള്ള വണ്ടി ഭാഗ്യത്തിന് ഷോറൂമിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് ഓഫായത്. കുറച്ച് മുന്നേ ആ പാലത്തിൻ്റെ അവിടെ വെച്ച് വല്ലതും ഒക്കെ ആണെങ്കിൽ ഇത്രയും ഭാഗം ഞാൻ തള്ളേണ്ടി വന്നേനെ. അപ്പോൾ രക്ഷപ്പെട്ടു ആ ഒരു കാരണം കൊണ്ട്. Later.